മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ. ആശുപത്രികളിൽ വയറിളക്കവും ഛർദിയുമായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. വയറിളക്കം, ഛർദി, പനി ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഒരുപാട് കൂടി വരിക. ശരിക്കും നമ്മളുടെ ഒരു സൂക്ഷ്മത കുറവുകൊണ്ടാണ് ഇത് ഇത്രയേറെ വ്യാപിച്ചത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്ത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്? നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന അണുബാധയാണ്. അത് ചിലപ്പോൾ ബാക്ടീരിയ കൊണ്ടുവരാം, ചിലപ്പോൾ വൈറസ് കൊണ്ടുവരാം, ചിലപ്പോൾ ചില പാരസൈറ്റ്സ് കൊണ്ടുവരാം. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, ഛർദി, ഓക്കാനം, വയറിൻ്റെ ഉള്ളിൽ ഒരു ഉരുണ്ടു മറിയുന്നൊരവസ്ഥ, വയറിളക്കം. എങ്ങനെയാണ് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടാവുന്നത്? അഴുക്കുള്ള ഭക്ഷണം, ശരിയായ രീതിയിൽ വാഷ് ചെയ്യാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, പഴകിയ ഭക്ഷണം, ഇതെല്ലാം ഉപയോഗിച്ച് അതിലൂടെ ഇത് അണുമയമാവുമ്പം ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലെത്തിയിട്ട് എന്താക്കും? ഇത് നമ്മൾ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് വരുന്നത് തടയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശരിക്കും കൈ വാഷ് ചെയ്യണം, ശേഷവും വാഷ് ചെയ്യുക. വഴിയരികിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം അതിൻ്റെ ഹൈജീൻ നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. പഴങ്ങളും പച്ചക്കറികളൊക്കെ കഴിക്കുമ്പം നന്നായിട്ട് കഴുകിയിട്ട് കഴിക്കുക. വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കുക. പിന്നെ പഴകിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കവർ ചെയ്യാത്ത ഭക്ഷണങ്ങളൊന്നും നമ്മൾ കുട്ടികളെ കൊണ്ടൊന്നും പ്രത്യേകം കഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഫസ്റ്റ് കാണുമ്പം തന്നെ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ORS സൊല്യൂഷന് വേണ്ടി നോക്കുക. മറിച്ച് നിൽക്കുക. അതിൻ്റെ രുചിയല്ല പ്രധാനം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ബേസിക് ആവശ്യത്തിന് ഈ ORS കഴിക്കൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രത പാലിക്കുക, സൂക്ഷ്മത പാലിക്കുക. ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ തടഞ്ഞു നിർത്താൻ വേണ്ടി നോക്കുക. ഓക്കെ.